കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫാമിലി കോടതിയിലെ കേസുകൾ അനന്തമായി നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ കേസ് വളരെ എളുപ്പത്തിൽ സ്പീഡായിട്ട് തീർക്കാം എന്നുള്ളത് നോക്കാം. അതായത് നിങ്ങളുടെ ഈ കോഴ്സിലോ അല്ലെങ്കിൽ വക്കീലിനോടോ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കേസ് എവിഡൻസ് സ്റ്റേജിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന തെളിവെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക. ഈ തെളിവെടുപ്പ് ഒന്നില്ലെങ്കിൽ കോടതിക്ക് ഉള്ളിൽ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ നടത്താം. അങ്ങനെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ കേസ് വീണ്ടും നീണ്ടു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കക്ഷികൾക്കും കൂടിയിട്ട് കോടതിയോട് അപേക്ഷിക്കാം. അതായത് ഓപ്പൺ കോർട്ടിലുള്ള ട്രയൽ വേണ്ട, പകരം ഞങ്ങൾക്കൊരു കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് പറയാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന നിർബന്ധമില്ല. നമുക്ക് കോടതിയോട് ഓപ്പണായിട്ട് ഓറലായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ ജഡ്ജി നമുക്കത് ആ കോടതിയിലുള്ള പാനലിൽ നിന്നും ഒരു ജൂനിയർ അഡ്വക്കേറ്റിനെ നമുക്ക് എന്ത് ചെയ്യും? അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് തരും. ആ അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ സമയവും ഇരു കക്ഷികളുടെയും സമയവും നോക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന എവിഡൻസുകൾ അല്ലെങ്കിൽ തെളിവുകൾ നമുക്ക് വേണമെങ്കിൽ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് മുഴുവനും നടത്തി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. രഹസ്യവുമായിരിക്കും, ആരും അറിയാതെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി രേഖപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിന് പകരം കോടതിയിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് കഴിയേണ്ടത് ചിലപ്പോൾ നീണ്ടു പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ കേരള ഹൈക്കോടതി എല്ലാ ട്രയൽ കോർട്സുകൾക്കും ചെയ്യുവാനായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോടതിയുടെ ഈ ഒരു സംഭവം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കേസുകളിൽ ഉപയോഗിച്ച് കേസ് പെട്ടെന്ന് തീർക്കുവാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഓരോ എവിഡൻസ് സ്റ്റേജ് മീൻസ് സിറ്റിങ്ങിനും കമ്മീഷന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ചാർജായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് 1000 മുതൽ പല റേറ്റിലാണ്, പല കോടതികളിലും പല റേറ്റിലാണ്. എങ്കിലും മിനിമം ഒരു സിറ്റിങ്ങിന് 1000 രൂപയാണ് ഏകദേശം അതിൻ്റെ ചാർജായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ എതിർഭാഗത്തോട് ചോദിക്കുവാനായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചോദിച്ച് കൃത്യമായി എവിഡൻസ് നമുക്ക് രേഖപ്പെടുത്താനായിട്ട് പറ്റും. ക്ലിയർ ആയില്ലേ? സോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.